ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസൺ മിന്നിച്ചാണ് തുടങ്ങിയത്. ആദ്യ മത്സരത്തിൽ തന്നെ വെടിക്കെട്ട് സെഞ്ചുറിയോടെ തുടങ്ങിയ സഞ്ജു പക്ഷേ ഇപ്പോൾ നിരാശപ്പെടുത്തുകയാണ്. അവസാനം കളിച്ച 2 മത്സരത്തിലും ഡെക്കിന് പുറത്തായതോടെയാണ് സഞ്ജു നാണക്കേടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു വർഷം 5 തവണ T20യിൽ ഡെക്കാവുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്. സഞ്ജുവിനെ ഓപ്പണർ റോളിലേക്ക് എത്തിച്ച ശേഷമാണ് താരം മികച്ച പ്രകടനം നടത്തിയത്. 2 തുടർ സെഞ്ചുറികൾ അടക്കം നേടി ആരാധക പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സഞ്ജുവിന് സാധിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്റെ ദൗർബല്യം തുറന്നുകാട്ടി ഫ്ലോപ്പ് ഷോ തുടരുകയാണ്. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ പ്രസക്തമായി ഉയർന്നു വരുന്നത് സുനിൽ ഗവാസ്കറിന്റെയും ക്രിസ് ശ്രീകാന്തിന്റെയും വാക്കുകളാണ്. സഞ്ജു സാംസൺ സെഞ്ചുറിയോടെ മിന്നിക്കുമ്പോൾ സ്ഥിരം ഓപ്പണർ ആവേണ്ടെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ഗവാസ്കറും ശ്രീകാന്തും. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വലിയ വിമർശനവും സഞ്ജു ആരാധകർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സഞ്ജു നിരാശപ്പെടുത്തുന്നതോടെ ഗവാസ്കറും ശ്രീകാന്തും പറഞ്ഞതാണ് ശരിയെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു സാംസണിന്റെ തകർപ്പൻ പ്രകടനത്തിന് ശേഷവും സഞ്ജുവിനെ സ്ഥിരമായി ഓപ്പണർ ആക്കേണ്ട എന്ന് പറഞ്ഞവരിൽ ഒരാളാണ് ക്രിസ് ശ്രീകാന്ത്. സഞ്ജുവിനെ വിശ്വസിക്കാനാവില്ലെന്നും സാങ്കേതികമായ പരിമിതികൾ ഉണ്ടെന്നുമെല്ലാം ശ്രീകാന്ത് തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ശ്രീകാന്തിനെതിരെ വലിയ ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടായി. എന്നാൽ തുടർച്ചയായി 2ാം സെഞ്ചുറി നേടിയപ്പോൾ ശ്രീകാന്ത് സഞ്ജുവിന്റെ പ്രകടനത്തെ പ്രശംസിച്ചിരുന്നു. എന്നാൽ സഞ്ജുവിന്റെ പരിമിതികൾ ഓപ്പണറായി വലിയ കരിയർ സൃഷ്ടിക്കാൻ പ്രയാസമാണെന്നാണ് ശ്രീകാന്ത് വിലയിരുത്തിയത്. ഇത് സത്യമാണെന്നാണ് ഇപ്പോഴുള്ള പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സഞ്ജു സാംസണിന് പന്തിന്റെ ലൈനും ലെങ്ത്തും മനസ്സിലാക്കിയ ശേഷം കളിക്കാനാവുന്നില്ല. മോശം ഷോട്ട് സെലക്ഷനാണ് താരത്തിനെ അവസാന 2 മത്സരത്തിലും ചതിച്ചത്. ഫുട് വർക്കും പിഴയ്ക്കുന്നു. 2 മത്സരത്തിലും ക്ലീൻ ബൗൾ ാണ് സഞ്ജു മടങ്ങിയത്. സഞ്ജുവിന് ഓപ്പണറായി സ്ഥിരം സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഒന്നുകൂടി ചിന്തിച്ചേക്കും. ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ്. സഞ്ജുവിന് ഈ പരമ്പരയിൽ ഓപ്പണറായി കളിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. സഞ്ജു സാംസൺ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തിയപ്പോഴും ഓപ്പണർ റോളിൽ സ്ഥിരമായി പരിഗണിക്കേണ്ടതില്ലെന്നാണ് സുനിൽ ഗവാസ്കറും പറഞ്ഞത്. ഇത് ശരിയാണെന്ന് ഇപ്പോഴത്തെ സഞ്ജുവിന്റെ പ്രകടനം കൊണ്ട് വ്യക്തമാകുന്നുണ്ട്. സഞ്ജുവിന് ഓപ്പണറായി വലിയ കരിയർ സൃഷ്ടിക്കുക വളരെ പ്രയാസമാണ്. തന്റേതായ ദിവസം ഏതൊരു താരത്തെ പോലെയും വലിയൊരു ഇന്നിംഗ്സ് കളിക്കാൻ സഞ്ജുവിന് ശേഷിയുണ്ട്. എന്നാൽ സ്ഥിരതയോടെ മിന്നിക്കാൻ സഞ്ജുവിന് സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്ന് വ്യക്തമാണ്. ഇന്ത്യ ഓപ്പണർ റോളിൽ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നതിൽ ഇനി കാര്യമില്ല. ഇംഗ്ലണ്ട് പരമ്പരയിൽ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും. ഇതോടെ സഞ്ജു സാംസണിന്റെ ടീമിലെ സീറ്റ് നഷ്ടപ്പെടാനും സാധ്യതകളേറെയാണ്. വിക്കറ്റ് കീപ്പർ റോളിൽ ഇഷാൻ കിഷനും മടങ്ങി വരവിന് ഒരുങ്ങുകയാണ്. ഉയർന്നു നിന്ന സഞ്ജു സാംസണിന്റെ ഗ്രാഫ് കഴിഞ്ഞ 2 മത്സരത്തിലൂടെ താഴോട്ട് പോയിരിക്കുകയാണ്. 2 മത്സരത്തിലും ഡെക്കിന് മടങ്ങിയ സഞ്ജുവിന്റെ 4ാം മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലും ഫ്ലോപ്പായാൽ സഞ്ജുവിന് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം. നിലവിലെ വിമർശനങ്ങളിൽ നിന്നെല്ലാം ഊർജ്ജം ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചെത്താൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.